സ്വന്തം പ്രവീണ മാം ആണ്. സോ മാമിന്റെ ടോപ്പിക് മൺസൂൺ ആണ്. സോ ഈ നല്ലൊരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഉണ്ടോ? ഓക്കെ, വീഡിയോ ഓൺ ചെയ്യാം, ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലൊരു പുതിയൊരു കാലാവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലെ. ഇതുവരെയുള്ള കംഫർട്ട് സോൺ, സമ്മർ എന്ന് പറഞ്ഞ ഒരു കംഫർട്ട് സോൺ, സമ്മറിലേക്ക് കടക്കാൻ നമ്മൾ കുറച്ച് ആരുടെയോ ഒന്ന് മ്യൂട്ടായി കിടക്കുന്നുണ്ടല്ലോ ഒന്ന്. ഓക്കെ, യെസ്, താങ്ക് യു. അപ്പൊ ഇതുവരെ എന്ന് പറയുമ്പോൾ മൺസൂൺ, അപ്പൊ എൻജോയ് ദ മൺസൂൺ എന്ന് പറഞ്ഞത് ഈ ക്യാപ്ഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയ ഒരു തോട്ട് ഒന്ന് ഷെയർ ചെയ്യാമോ? എൻജോയ് ദ മൺസൂൺ എന്ന ഈ പോസ്റ്റ് കണ്ടപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത ഒന്ന് ഷെയർ ചെയ്യാം. പഴയ കുട്ടിക്കാലം ഓർമ്മ വന്നു. ഓക്കെ, കുട്ടിക്കാലം മനസ്സിലാക്കി ഓർമ്മ വന്നു. ഓക്കെ, താങ്ക് യു. ഇനി വേറെ ആർക്ക് എന്തെങ്കിലും? പല പ്രാവശ്യം ആ ഒരു ഫീലിംഗ് മനസ്സിലേക്ക് വന്നു. ശീലമം ആദ്യം പറഞ്ഞത് അത്ര ക്ലിയർ ആയില്ല. മഴ നനഞ്ഞിട്ടുള്ള ഫീലിങ്സ് ചെറുപ്പത്തിലും അല്ലാതെയൊക്കെ മഴ നനഞ്ഞപ്പോൾ ഉണ്ടാകുന്ന മനസ്സിന്റെ ഫീലിങ്സ് മനസ്സിലേക്ക് വന്നു. ഓക്കെ, ശരി. അപ്പം ശീലമാമനും കുഞ്ഞുനാളിലുള്ള മഴക്കാലത്തെ കുറിച്ചാണ് കൂടുതലായിട്ട് ഓർമ്മ വന്നത്. ഇനി ഇതിനൊക്കെ ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത് എന്ന് ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ പണ്ടത്തെ കാലത്തെ പോലല്ല, ഇപ്പൊ മഴ പെയ്താൽ പിന്നെ പ്രളയാണ്. അപ്പൊ ആ ഒരു പേടിയോടെയാണ് നമ്മൾ എല്ലാ കാലാവസ്ഥയും നമ്മൾ നേരിടുന്നത്. പക്ഷെ ഇത് നമ്മൾ ആസ്വദിച്ച്, അതായത് മഴ നമ്മുടെ ആളുകളുടെ ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോ ഈ എല്ലാ ബുദ്ധിമുട്ടും, കാലാവസ്ഥയുടെ എല്ലാ ബുദ്ധിമുട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നി. യെസ്, അതിന് നമ്മൾ ആസ്വദിക്കുക എന്നുള്ള ആ ഒരു തോന്നി. ഓക്കെ, അപ്പൊ പ്രീതമൻ പറഞ്ഞത് ഇതാണ്, അതായത് മഴ പണ്ടത്തെ പോലെയല്ല, ഇതൊരു, അതായത് ഇപ്പൊ നമ്മൾ കടന്നു പോകുന്ന ഒരു പെരുമഴക്കാലത്തിലൂടെയാണ് അല്ലെ. ആ ഒരു ഫീലിംഗ് ചിലപ്പോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഇപ്പൊ എൻജോയ് ദ മൺസൂൺ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു വെള്ളത്തിന്റെ പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ ഈ ടോപ്പിക് കേട്ട ഒരാൾക്ക് തോന്നും, അതെ പറയാനൊക്കെ ഭയങ്കര എളുപ്പമാണ് മഴക്കാലം എന്ന് പറയുന്നത്, നിങ്ങൾക്കൊന്നും ആ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ മഴക്കാലം എന്ന് പറയുന്ന ഭയത്തിന്റെ ഒരു ഇതാണ്. വെള്ളം പോകും, വീട്ടിൽ വെള്ളം കയറും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാനിവിടെ പറയാൻ വരുന്നത് ഈ എൻജോയ് ദ മൺസൂൺ എന്ന് പറയാനുള്ള ഒരു കാരണം, ഈ ഒരു കാലാവസ്ഥ നമ്മുടെ കംഫർട്ട് സോൺ. അതുവരെ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമുക്ക് ആ വെയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയങ്ങളിൽ നമ്മൾ അതിലൂടെ കടന്നു പോകാൻ നമ്മൾ ആദ്യം തുടക്കത്തിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു. ആ ഡിസംബർ കഴിഞ്ഞ് ജനുവരിയിലേക്ക് എത്തി, ഫെബ്രുവരി ആയി, മാർച്ച് ഒക്കെ ആകുമ്പോഴേക്കും ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ ഈ ഒരു ക്ലൈമറ്റിൽ ഒരു ചേഞ്ച് വരാണ്. ഈ ക്ലൈമറ്റിൽ ചേഞ്ച് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ കടന്നു വന്നത്, അതൊരു ഏപ്രിലായി മെയ് ആകുമ്പോഴേക്കും നമ്മൾ ആ ചൂടുകാലവുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റഡ് ആയി, പിന്നെ നമ്മളൊരു കംഫർട്ട് സോണിൽ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇടയ്ക്ക് മഴ വന്നപ്പോൾ നമുക്കൊരു ആശ്വാസമായിരുന്നു അല്ലെ അവിടെ ആ ഒരു സമയത്ത്. അപ്പൊ അതിനെങ്ങനെയാണ്, അപ്പൊ ഇത് തിരിച്ച് പെട്ടെന്നൊരു മൺസൂണിലേക്ക് നമ്മൾ മാറുകയാണ്. കാരണം സാധാരണ ഒരു ജൂൺ അല്ലെങ്കിൽ ജൂൺ പകുതിയോട് കൂടി, അല്ലെങ്കിൽ ജൂലൈ അല്ലെങ്കിൽ ജൂൺ അവസാനത്തോട് കൂടിയിട്ടൊക്കെ പെരുമഴക്കാലത്തേക്ക് നമ്മൾ കടന്നു പോകാം. പെട്ടെന്ന് ഒരു മൺസൂണിലേക്ക് ഞാൻ എടുത്തെറിയപ്പെട്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ പറഞ്ഞത്. അതും പെരുമഴക്കാലം എന്ന് പറഞ്ഞ് നമ്മുടെ വാർത്തകളൊക്കെ ടി വി വെച്ചാൽ പിന്നെ പിറ്റേന്ന് പുറത്തിറങ്ങാൻ പോകുന്നില്ല. കാരണം അവർ പറയുന്ന ന്യൂസുകൾ അങ്ങനെയൊക്കെയാണ്, നമ്മളെ അങ്ങ് പേടിപ്പിച്ച് അവരുടെ ജാഗ്രത എല്ലാ സത്യം പറഞ്ഞ ന്യൂസിലൂടെ തരുന്നത്. ഒരു തരം ഭയമാണ് മനുഷ്യരുടെ ഉള്ളിലേക്ക് കയറ്റി വരുന്നത്. അപ്പൊ അത്തരം ഒരു ചേഞ്ച് വരുന്ന സമയത്ത് ദിസ് ആൻ ഓപ്പർച്യൂണിറ്റി, ഇതൊരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അവസരമാണ്. ഈ മൺസൂൺ കാലത്ത് കടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് എന്റെ തോട്ട്സിനെ വിലയിരുത്തേണ്ടത്, എന്റെ തോട്ട്സ് ഏതൊക്കെ രീതിയിലാണ് പോകുന്നത്, എന്റെ ഇമോഷൻസ് എന്തൊക്കെയാണെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ എൻകൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാക്കിയിട്ട് ഇതിനെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ക്യാപ്ഷനുമായിട്ട് ഞാൻ എൻജോയ് ദ മൺസൂൺ. ഈ മൺസൂണിൽ എന്റെ തോട്ട്സ് എങ്ങോട്ടാണ് പോകുന്നത്, എന്റെ ഇമോഷൻസ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എൻകൗണ്ടർ ചെയ്യാനും നമ്മളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും കഴിയുന്ന ഏറ്റവും നല്ലൊരു അവസരമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്
നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ ഇത് എങ്ങനെ ചെയ്യാമെന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് രാവിലെ നമുക്ക് പലരും ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ രാവിലേക്ക് പോകുന്ന സമയത്ത് നല്ല മഴയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല പെരും മഴയാണ്. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ നല്ല മഴയാണ് പുറത്ത്. എല്ലാം ഇങ്ങനെ കാതടപ്പിച്ച സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത്രയ്ക്ക് മഴയാണ്. പക്ഷെ ആ മഴയത്ത് സാധാരണ ഇന്നലെയൊക്കെ ആണെങ്കിൽ ഞാൻ വിചാരിക്കും കുറച്ചു നേരം കൂടി ഒന്ന് കിടക്കണം എന്നൊരു തോന്നല് വരികയാണ്. സോ ഐ ആം ഫീലിംഗ്. അപ്പൊ ആ തോന്നല് വന്നിട്ടുണ്ടെങ്കിൽ എൻകൗണ്ടർ ദാറ്റ് തോട്ട്സ്. കാരണം നമ്മളൊരു ഡ്രീമിന്റെ പിന്നാലെയാണ്. ആ ഡ്രീമിന്റെ പിന്നാലെ പോകുമ്പോൾ എന്റെ തോട്ട്സ് എങ്ങോട്ടാണ് വരുന്നത്? കാരണം മറ്റൊരു സിറ്റുവേഷനിലേക്ക് കടക്കുമ്പോൾ എന്റെ തോട്ട്സിനെ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ ആ വഴി ഗോളിനെ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ എൻകൗണ്ടർ ചെയ്യേണ്ടതാണ്. ഒരു പക്ഷെ ബി മാജിക്ക് നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ ഒരു പക്ഷെ നിങ്ങൾ തൊട്ട് ഒരാഴ്ച മുന്നേ ഒരു സമ്മർ സീസണിലാണെങ്കിൽ നിങ്ങൾ വേഗം എഴുന്നേറ്റ് ഒന്ന് ചിലപ്പോൾ ചിലരൊക്കെ ഒന്ന് നന്നായി ബോഡി ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടാവും, നന്നായിട്ട് ചിലപ്പോൾ. അപ്പൊ ചിലർ എന്ത് ചെയ്യും, ബി മാജിക്കിന്റെ ക്ലാസ് നല്ല തണുപ്പാണ്, നല്ല മഴയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഉറക്കച്ചടവോടുകൂടി വന്നിരുന്ന് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമായിരുന്നിട്ട് പോലും വീഡിയോ ഓൺ ചെയ്യാതെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വാട്ട് ഐ എം ഫീലിംഗ് നൗ എന്ന് എൻകൗണ്ടർ ചെയ്യേണ്ട സമയമായി എന്നർത്ഥം. കാരണം തൊട്ട് മുന്നത്തെ ആഴ്ച ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല, ഐ ആം ഡിഫറെന്റ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ എന്നിൽ നിന്ന് മാറാൻ, വ്യതിചലിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഒന്നാമത്തെ പോയിന്റാണ്. കാരണം നമ്മളൊരു ജോലിക്ക് ഇറങ്ങും, നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പെരും മഴ വരുന്ന സമയത്ത് എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്? രാവിലെ എഴുന്നേൽക്കുന്ന അതുവരെ ഞാൻ വളരെ മഴക്കാലം തണുപ്പായപ്പോ എനിക്ക് വല്ലാതെ എഴുന്നേൽക്കാൻ ഒരു മടി. യെസ്, ലേസിനെസ്. ഈ ലേസിനെസ് വരുന്നത് എന്തുകൊണ്ട്? ഐ എം നോട്ട് അറ്റ് ഓൾ ഫോളോയിങ് മൈ ഗോൾസ്. എന്റെ ഗോൾസിലേക്ക് പോകാൻ ഞാൻ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അവിടെ ലേസിനെസ് അല്ലെങ്കിൽ പ്രോക്രാസ്റ്റിനേഷൻ എന്നൊരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വീടുകളിൽ കുട്ടികൾ ഉണ്ടാകാം, അവർക്ക് സ്കൂൾ തുറക്കാൻ സമയമായി. അവരിപ്പോ സത്യം പറയുകയാണെങ്കിൽ പറയുന്ന കുട്ടികളുടെ ഇടയിലുള്ള സംസാരം എന്ന് വെച്ചാൽ മഴ ഇപ്പം പെയ്തൊഴിഞ്ഞു പോയാൽ സ്കൂൾ തുറക്കുമ്പോഴേക്കും മഴ കഴിഞ്ഞു പോകുമെന്നുള്ള സങ്കടമാണ് അവർക്ക്. കാരണം അവിടെ ഇത്തരത്തിലൊരു മഴ പെയ്താൽ സ്കൂള് അടച്ചിടും, സ്കൂള് തുറക്കില്ല, സ്കൂളിന് അവധിയായിരിക്കും. അപ്പൊ അത് അവർ എൻജോയ് ചെയ്യും. പക്ഷെ ഇത് ഇപ്പൊ പെയ്യുന്ന മഴയെ അവർക്ക് അത് ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ അത്രയും ഹാപ്പിനെസ് ഒന്നും അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അവർക്ക് ഇപ്പൊ കളിക്കാനുള്ള സമയമായിരുന്നു, അതാണ് നഷ്ടപ്പെട്ടത്. ഇതാണ് അനദർ തോട്ട്. എനിക്ക് നഷ്ടപ്പെട്ടു, കളിക്കാനുള്ള അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾ വീട്ടിലുള്ള ഓരോരുത്തരുടെയും ചിന്തയിൽ നിങ്ങൾ എൻകൗണ്ടർ ചെയ്യണം. അപ്പൊ ഒരു ഫീലിംഗ് ലേസിനെസ് വരുന്നുണ്ടെങ്കിൽ വേർ ഐ ആം ഗോയിങ്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, എനിക്കൊരു ഗോൾ ഉണ്ട്, കൃത്യമായി എഴുന്നേറ്റ് ചെയ്ത് ഞാൻ എന്നിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടെങ്കിൽ എൻകൗണ്ടർ ദാറ്റ് തോട്ട്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ. അപ്പൊ സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ മഴ അവിടെ പെയ്യുന്നുണ്ട്, വേഗം എഴുന്നേറ്റ് പുറത്തൊക്കെ മാറ്റി ഞാൻ എഴുന്നേറ്റു. ഐ എം റെഡി ആൻഡ് ബിക്കോസ് ഇന്ന് എനിക്ക് മഴ എന്നല്ല പ്രശ്നം, അത് കൃത്യമായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത ടോപ്പിക്ക് ഐ വോണ്ട് ടു ഷെയർ വിത്ത് ദ പേഴ്സൺ ഹു ആർ ലിസണിങ് ടു മീ. എന്നെ കേൾക്കാൻ തയ്യാറായി ഒരു പേരുണ്ട്, അവർക്ക് വേണ്ടി അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ചുറ്റുമുള്ള ഒരു സിറ്റുവേഷനെയും ഞാൻ കൺട്രോൾ അല്ലെങ്കിൽ എന്നെ മനസ്സിനെ ബാധിച്ചില്ല. ദാറ്റ് മീൻസ് വാട്ട് എവർ ദ സിറ്റുവേഷൻ ഔട്ട്സൈഡ് ഐ എം ഗോയിങ് വിത്ത് ദ സെയിം റൂട്ട്. ഞാൻ പോകുന്നത് എന്റെ ഗോളിലേക്ക്, എന്റെ ഡ്രീംസിലേക്ക് തന്നെയാണ്. അവിടെ പുറത്ത് ഇത് എന്റെ കൺട്രോളുള്ള കാര്യമല്ല. എനിക്ക് സ്വിച്ച് ഇട്ടാൽ ഓഫ് ആക്കാൻ പറ്റില്ല. നമുക്ക് ഷവർ തുറക്കാം, ഷവർ അടയ്ക്കാം, പക്ഷെ ഈ ഷവർ, പുറത്തുള്ള ഷവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്റെ കൺട്രോളുള്ള കാര്യമല്ല. സോ എൻകൗണ്ടർ ദാറ്റ് തോട്ട്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ. നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇനി മറ്റൊരു രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മീഡിയ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഇത് കാണുമ്പോൾ തോന്നുന്ന എന്റെ ഫീലിംഗ് എന്താണ്? ചിലവർക്ക് തോന്നുന്നത് ചിലപ്പോ മഴ പെയ്തിട്ട് ഞാൻ സേഫാണ്. അപ്പൊ അതൊരു ഫീലിംഗ് ആണെങ്കിൽ നമ്മളവിടെ സെൽഫിഷ് എന്ന ഒരു തോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ ആ ഒരു ചിന്തയാണ് അത് ഫീലിംഗ് ആയിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഞാൻ സേഫാണ്, അതുകൊണ്ട് എനിക്കിതൊന്നും ബാധകമല്ല. യെസ്, അവിടെ പറയേണ്ടത് മറ്റൊരു കാര്യം, താങ്ക് ഗോഡ് ഐ ആം സേഫ് നൗ. ഞാൻ ഇവിടെ ഈ ഒരു മഴക്കാലത്തും ഈ ഒരു പെരുമഴക്കാലത്തും ഞാൻ സേഫാണ്. എന്നെ സേഫ് ആക്കിയ യൂണിവേഴ്സിന്, അതിലേക്ക് എന്നെ നയിച്ച വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും നന്ദി പറയുക. കാരണം ഇത് അല്ലാതെ ഒരുപാട് വ്യക്തികൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ടെന്ന് നോക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ സുരക്ഷിതരായിരിക്കാൻ പ്രപഞ്ചം വഴിയൊരുക്കട്ടെ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം.
കാരണം പ്രാർത്ഥനയോളം ശക്തി മറ്റൊന്നുമില്ല. അപ്പൊ നമ്മൾ അവിടെ എൻകൗണ്ടർ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഞാൻ സെൽഫിഷ് ആണോ? then find out and a solution to that. അവിടെ സെൽഫിഷ് എന്നതിന് പകരം ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ആവശ്യം. ഈ പെരുമഴക്കാലത്തും മഴ കൊള്ളാതെ എനിക്ക് തന്നാൻ ഒരു വീടുണ്ട്, എനിക്ക് ആവശ്യമുള്ള ഭക്ഷണമുണ്ട്, അത് പാകം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, ഞാൻ സുരക്ഷിതനാണ്. താങ്ക് ഗോഡ് ഐ എം സേഫ്. ഐ എം സേഫ് ഇൻ ദിസ് യൂണിവേഴ്സ്. അതൊരു അഫർമേഷൻ ആണ് ദിവസം പറയുന്നത്. ഐ എം സേഫ്. ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ എം സേഫ് ഇൻ ദിസ് യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സിൽ ഞാനിപ്പോ സേഫ് ആണ്. ബട്ട് ദർ ആർ സം പീപ്പിൾ, കുറച്ചു പേര് പുറത്തുണ്ട്, അവർ സേഫ് അല്ല, അവർ ഭയത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് സമർപ്പിക്കാം. ഇത് വലിയൊരു പ്രാർത്ഥന തന്നെയാണ്. കാരണം ഈ പ്രാർത്ഥന ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളായിരിക്കാം ഒരുപക്ഷെ ഫലിക്കുന്നത്. അവിടെ പ്രാർത്ഥന ഫലിക്കുമ്പോൾ മഴ പെയ്യും, അത് തോർന്നു പോകും, ആ വെള്ളം ഭൂമിയിലായിരിക്കും. അവരെ സംരക്ഷിക്കാൻ കൂടി നമുക്ക് സാധിക്കും നമ്മുടെ ഒറ്റ പ്രാർത്ഥന. കാരണം നമുക്ക് എല്ലായിടത്തും എത്താൻ സാധിക്കില്ല, പക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഈ ലോകത്തിന്റെ ഏത് മുക്കും മൂലയും എത്താൻ സാധിക്കും എന്ന് ഓർക്കാം. അപ്പൊ രണ്ടാമത്, ഞാൻ സെൽഫിഷ് ആണെങ്കിൽ ആ സെൽഫിഷ് എന്ന ചിന്തയിൽ നിന്നും ആ ഒരു ഫീലിംഗിൽ നിന്നും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന മറ്റൊരു ചിന്തയിലേക്ക് യാത്ര ചെയ്യാൻ സമയമായി എന്ന് തിരിച്ചറിയുക. ഇതാണ് എൻജോയ് മൺസൂൺ. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മളിപ്പോ പുറത്താണ്, യാത്രയിലാണ്. അപ്പൊ നമ്മൾ വൈകുന്ന സമയത്ത് നമ്മൾ ഉടനെ എന്ത് ചെയ്യും? നമ്മുടെ വീടുകളിലേക്ക് വിളിച്ചു പറയാറുണ്ട്. പുറത്ത് യാത്രയിൽ അല്ലെങ്കിൽ ജോലിക്ക് പോയി തിരിച്ചു വരാൻ അല്ലെങ്കിൽ അവർ നമ്മൾ വിളിക്കാറുണ്ട്. ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ഭയങ്കര മഴയാണ്, ബസ്സെല്ലാം ബ്ലോക്കാണ്, റോഡിലെല്ലാം വെള്ളമാണ്, ഞാൻ എപ്പോഴാണ് അവിടെ എത്തുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ചിന്തിക്കേണ്ടത്, ഈ മൺസൂണില് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു? ബിക്കോസ് ഐ വോണ്ട് ആൻ അറ്റൻഷൻ. എനിക്കവിടെ വേണ്ടത് എന്റെ ഫാമിലിയിൽ നിന്നുള്ള ഒരു അറ്റൻഷനാണ്. പക്ഷെ ഈ അറ്റൻഷൻ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ എന്റെ മുന്നിൽ വരുന്ന ഒരു ബ്ലോക്കിന് ഞാൻ ഇങ്ങനെയാണ് എന്റെ മനസ്സുകൊണ്ട് തിരിച്ചറിഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് ഓർക്കുക. കാരണം നമ്മൾ എവിടെയാണെങ്കിലും അത് ഫാമിലിയിൽ ഇരിക്കുന്നവരെ പറഞ്ഞു പേടിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് അവിടെ ആവശ്യം അറ്റൻഷനാണ്. അപ്പൊ അവര് പറയുന്നത് സൂക്ഷിച്ചു വരണം കേട്ടോ, നോക്കിന്ന് എന്തൊക്കെ വന്നാൽ മതി. ഈ ഒരു അറ്റൻഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ എന്റെ വേർഡ്സ് പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്റെ മുന്നിലുള്ള ബ്ലോക്ക് കൂടുക എന്നുള്ളത് കുറയുകയില്ല. ഐ ആം സേഫ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് മറ്റുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അതെ. കാരണം അവർക്ക് നമ്മൾ എവിടെയായിരുന്നെങ്കിലും ഓടി വന്ന് രക്ഷപ്പെടുത്താനുള്ള സംവിധാനമില്ല. നമ്മുടെ ചുറ്റുമുള്ളവർക്കാണ് നമ്മൾ ഏറ്റവും ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. അപ്പം അതിനു വേണ്ടിയിട്ട് സൊല്യൂഷൻ എന്താണ്? അപ്പൊ മഴയാണെങ്കിൽ ജസ്റ്റ് റിലാക്സ്. അവിടെ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി എങ്ങനെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് തിരിച്ചറിയാൻ കൂടി ഈ മൺസൂൺ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ അന്ന് നമ്മൾ സുരക്ഷിതരായി വീട്ടിലെത്തിയേക്കാം, പക്ഷെ ഈ വാക്കുകൾ യൂണിവേഴ്സിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കൂടുതൽ വൈകാതെ നമുക്ക് ബുദ്ധിമുട്ടുള്ള മറ്റൊരു മൺസൂണിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അപ്പം അറ്റൻഷൻ എന്നതിന് പകരം സേഫ് ആക്കി വെക്കാൻ എന്റെ കമ്മ്യൂണിക്കേഷൻ, എന്റെ വേർഡ്സ് എങ്ങനെയാണ് പോകുന്നതെന്ന് സുരക്ഷിതര ഒന്ന് ശ്രദ്ധിക്കുക. മൂന്നാമത്തേതായിട്ട്, ഈ ഒരു പക്ഷേ ഈ മഴക്കാലമൊക്കെ ആവുമ്പോൾ ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഞാൻ എന്റെ വീട്ടിലായിരുന്നെങ്കിൽ രാവിലെ പോകുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കാനൊക്കെ ശ്രമിക്കും. പക്ഷെ ഞാനിവിടെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലായതുകൊണ്ട് എനിക്ക് ചൂടുവെള്ളമൊന്നും കിട്ടില്ല. അപ്പൊ തണുത്ത വെള്ളത്തിൽ കുളിച്ചേ മതിയാവും. അപ്പൊ അവിടെ ഇങ്ങനെയാവുമ്പോൾ ഞാൻ ഉടനെ പരാതി, വീട്ടിലായിരുന്നെങ്കിൽ എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കായിരുന്നു, ഇതിപ്പോ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ. സീ ഹൗ ഐ എം തിങ്കിങ്. അത് ഈ ചോയ്സ് എന്റേതാണ്. ജോലിക്ക് വേണ്ടി ഇവിടെ നിൽക്കാം, ഇനി വീട്ടിൽ നിന്ന് വേണമെങ്കിൽ അവിടെ ജോലി നോക്കിയതായിരുന്നു. അപ്പൊ ആ ചോയ്സ് നമ്മുടെ അടുത്തതാണ്. സോ വി ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് സിറ്റുവേഷൻ. ഞാനിപ്പോ എടുത്തിരിക്കുന്ന ഈ അല്ലെങ്കിൽ ഈ കടന്നു പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും എന്റെ ഒരു ചോയ്സ് ആണ്. സോ ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ ലെറ്റ് us go through it. അതിലൂടെ കടന്നു പോകാം. ഇതാണ് പക്ഷെ സോ ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ബോഡി. അപ്പൊ അവിടെ എനിക്ക് ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ ബോഡി അത് ആക്സെപ്റ്റ് ചെയ്യും. തണുത്ത വെള്ളം ഒന്ന് കുടിക്കുമ്പോൾ ബോഡിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യും. ബുദ്ധിമുട്ടാവും. നമ്മളെ മറ്റു ചില രോഗങ്ങളിൽ കൂടെ നമുക്ക് പനി പിടിക്കും, തണുപ്പ് പിടിക്കും, കോൾഡ് വരും. സി നമ്മുടെ വാക്കുകളാണ് നമ്മെ ഇത്തരത്തിൽ കൊണ്ടുപോകുന്നത്. സോ ആ വെള്ളം പോയിട്ട് സത്യം പറയുന്നത് നല്ല തണുത്ത വെള്ളത്തിൽ കുടിക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താണ്? ദിസ് വാട്ടർ cools me, this water protects me, the energy in this water
ടേക്ക് കെയർ ഓഫ് മീ, ഐ എം സേഫ്, ദിസ് വാട്ടർ ഈസ് സേഫ് എന്ന് പറയുമ്പോൾ അത് നമ്മെ കൂടുതൽ ശക്തരാകും. കാരണം അതേ നിവൃത്തിയുള്ളൂ ഇപ്പോ. ഇനി എന്തിനാണ് ആവശ്യമില്ലാതെ ഈ കംപ്ലൈൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? അത് നമുക്ക് നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരും. അതിനും നല്ലത് ഒന്നുകിൽ നമുക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കിട്ടാതിരിക്കാം. ഇനി അവസാനമായിട്ട് ഈ ഒരു എൻജോയ് മൺസൂണിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബി സൈലന്റ്. കാരണം മഴ വരുമ്പോൾ എന്തൊരു മഴയാണ്, എനിക്ക് തണുക്കുന്നു, ഇതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കീപ് സൈലന്റ് ആൻഡ് ആക്സെപ്റ്റ് whatever it is. കാരണം നമ്മളൊരു ഈ മഴക്കാലത്ത് നമ്മുടെ ഫാമിലിയിലാണെങ്കിലും നമ്മുടെ കൊളീഗ്സിന്റെ ഒപ്പം ആണെങ്കിലും ഒരു ഓഫീസ് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ ചർച്ചാ വിഷയം മുഴുവൻ ഇതിനെ സംബന്ധിച്ചുള്ളതാണ്. അവിടെ വെള്ളം പൊങ്ങി, ഇവിടെ വെള്ളം, യെസ്, അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ആവശ്യമില്ലാതെ എന്തിനാണ് ഞാൻ ഇത്തരം ടോക്കിലേക്ക് പോകുന്നത്? എനിക്ക് പറയാൻ ഇങ്ങനെ വല്ലാതെ മുട്ടുമ്പോൾ ബി സൈലന്റ്. വാക്കുകൾ ഈ മൺസൂണിനെ സൂക്ഷിച്ചു. എന്തിനാണ് എൻജോയ് മൺസൂൺ എന്ന് പറഞ്ഞാൽ, ഈ മൺസൂൺ കാലഘട്ടത്തിൽ ഈ പെരുമഴക്കാലത്തൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്ത്, എന്റെ വാക്കുകൾ എന്ത്, എന്റെ ഇമോഷൻസ് എന്തെന്ന് തിരിച്ചറിയുക, അതിനെ മാനേജ് ചെയ്യുക. കാരണം ദിസ് ഇസ് നോട്ട് ഇൻ അവർ കൺട്രോൾ. ഈ മഴ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളുള്ള കാര്യമല്ല. നമുക്ക് സ്വിച്ചിട്ടാൽ ഓണാക്കാനും ഓഫാക്കാനും പറ്റുന്നതല്ല. ഇത് പെയ്തൊഴിഞ്ഞേ പറ്റൂ. കാരണം ഇതെല്ലാം ഭൂമിയിൽ നിന്ന് ആവിയായി മുകളിലേക്ക് പോയ വെള്ളം തന്നെയാണ് തിരിച്ച് ഭൂമിയിലേക്ക് അത് വരിക. അത് പെയ്തൊഴിയാതെ അത് മാറി നിൽക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് മുന്നോട്ടുള്ള പാതയെ ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. സോ ബി കെയർഫുൾ അബൌട്ട് യുവർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ഡ്യൂറിംഗ് ദിസ് മൺസൂൺ. ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വാക്കുകൾ വളരെ വ്യക്തമായി ഒന്ന് ഒബ്സർവ് ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുക. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ സൈലന്റ്, ഒന്നും പറയാതെ മഴ അത് പെയ്യട്ടെ, അത് പെയ്തൊഴിയാതെ അതിന് ശമനമില്ല. അപ്പൊ അതിന് നമ്മൾ കാത്തിരുന്നേ പറ്റും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകാനുള്ളതാണ്. പക്ഷെ അതിനൊക്കെ ബ്ലോക്കുകൾ വന്നേക്കാം. ജസ്റ്റ് റിലാക്സ് ആൻഡ് ബി സൈലന്റ്. ആവശ്യമില്ലാത്ത അത്തരം ടോക്കുകൾ ഓഫീസിലായാലും ഫാമിലിയിലായാലും നടക്കുന്നുവെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക, അതിൽ നിന്നും മാറി നടക്കുക. എന്നിട്ട് ഇവിടെ ഞാൻ സുരക്ഷിതനാണെന്ന് പറഞ്ഞു പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇത്തരം സിറ്റുവേഷനെ ബുദ്ധിമുട്ടുകൊണ്ട് കടന്നു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനകൾ ഏറെ വിളിച്ച് അത് നമുക്കും ഒരു കരുത്തായി നമ്മുടെ വഴികളെ നമ്മൾ മുന്നോട്ട് നയിക്കും. ഒരു പക്ഷെ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ ഈ മൺസൂൺ ഈ പെരുമഴക്കാലത്ത് യാത്ര ചെയ്യുന്നവരാകാം, ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാകാം. ഈ ഭിന്നാഴ്ചയിലുള്ളവരും അങ്ങനെയുള്ളവർ പല വ്യക്തികളും ഉണ്ടാവും. അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് കിട്ടിയ സൗഭാഗ്യത്തെ തിരിച്ചറിഞ്ഞ് അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് മാത്രം പറഞ്ഞു ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ സൈലന്റ് ആയി അതിന് ഒരു നിർവികാരതയോടുകൂടി കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. സോ ബി കെയർഫുൾ ആൻഡ് മൈൻഡ് യുവർ തോട്ട്സ്, മൈൻഡ് യുവർ ഇമോഷൻ. ഈ മൺസൂൺ നമ്മെ കംഫർട്ട് സോണിൽ നിന്ന് മറ്റൊരു ഡിസ്കംഫർട്ട് സോണിലേക്ക് കൊണ്ടുപോയപ്പോ എന്റെ ചിന്തകളും എന്റെ ഇമോഷൻസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഹീൽ ചെയ്യുക. ആൻഡ് ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ ബി സൈലന്റ്. ഒന്നും പറയാതെ അതിനെ ഉൾക്കൊള്ളുക, സ്വീകരിക്കുക. എല്ലാവർക്കും ഈ ഒരു പെരുമഴക്കാലത്ത് നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഇമോഷൻസെയും തിരിച്ചറിഞ്ഞ് അതിനെ ഹീൽ ചെയ്തുകൊണ്ട് നമ്മുടെ ഡ്രീംസിലേക്ക്, നമ്മുടെ സ്വപ്നങ്ങളിലേക്ക്, നമ്മുടെ ഗോളിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. ഓക്കെ, താങ്ക് യു പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. നിവി, നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കറക്റ്റ് സീസണിലെ ഒരു കാര്യം തന്നെ എല്ലാവരും അലേർട്ട് ആയിട്ടിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. എനിവേ, ഈ ഒരു സെഷന്റെ ഫീഡ്ബാക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ടൈമാണ്. സോ ആരാണ് ഫസ്റ്റ് സംസാരിക്കുന്നത്? ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, സൗഖ്യം. ഈ നമ്മുടെ നാട്ടിലൊക്കെ സീസൺ ഫ്രൂട്ട് വരുന്ന സംഭവമുണ്ട്. ഓരോ കാലാവസ്ഥയിൽ വരുന്ന ഫ്രൂട്ട്സുകൾ. മാങ്ങാക്കാലത്ത് മാങ്ങ വരും, ആപ്പിൾ കാലത്ത് ആപ്പിൾ വരും, അല്ലേ? ഓരോ കാല സീസൺ ഫ്രൂട്ട്, ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഫ്രൂട്ടുകൾ. അതേപോലെ
ഓരോരോ അവസരത്തിനനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് പ്രവീണ മാമിന്റെ ക്ലാസ്. സീസൺ ക്ലാസ് ആണ് അല്ലേ? ഇപ്പൊ മഴ എന്തായാലും നല്ലൊരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നല്ല ചൂടുകാലാണ് ശരിക്കും. മെയ് മാസം എന്ന് പറഞ്ഞാല് ജല സ്രോതസ്സുകളൊക്കെ ഇല്ലാതാകുന്ന ഒരു മാസം കൂടിയാണ്. പക്ഷെ ഇപ്രാവശ്യം എന്തോ നല്ല വെള്ളപ്പൊക്കം വരുമോ എന്നുള്ള ഒരു ഭയത്തിലാണ് പലരുള്ളത്. കൃഷിക്കാരൊക്കെ ഈ കപ്പ കൃഷിക്കാരൊക്കെ അവർ പറിച്ചു ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഇനിയും ഇത് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഉള്ള പൈസയും പോകുമെന്നുള്ള പേടിച്ചിട്ട് അതൊക്കെ ഒഴിവാക്കുന്നുണ്ട്. അപ്പോ കാരണം പേടിയുള്ള സാഹചര്യം തന്നെ. വെള്ളം പൊങ്ങിക്കൊണ്ടേ ഇരിക്കണേ, ചുരുങ്ങണില്ല. എന്റെ കിണറൊക്കെ നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അത്രക്കും വെള്ളമായി. നമ്മളൊക്കെ നല്ല ഉയരമുള്ള പ്രദേശത്താണ്. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ ഈ പ്രവീണവൻ പറഞ്ഞതുപോലെ തന്നെ പലർക്കും പല വാർത്തകളും ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പ്, മരണത്തിന് മാത്രമല്ല വാട്സപ്പ് ഗ്രൂപ്പ്, ആക്സിഡന്റിന് മാത്രമല്ല വാട്സപ്പ് ഗ്രൂപ്പ്, ഒരു വല്ലാത്ത കാലാവസ്ഥയാണ്. അത് ഞാൻ നോക്കിയിട്ടുണ്ട്. പല ഗ്രൂപ്പുകളും മരണത്തിന് മാത്രമായിട്ടൊരു ഗ്രൂപ്പാണ്, മരണ വാർത്ത അറിയിക്കാനായിട്ട്. ചിലത് ആക്സിഡന്റ് മാത്രം, അത് മാത്രമേ ആ ഗ്രൂപ്പിൽ പാടുള്ളൂ. അങ്ങനത്തെ ഗ്രൂപ്പുകളാണ് ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പൊ അതിന്റെ നെഗറ്റിവിറ്റി കുറെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുണ്ടാക്കേണ്ട കുറെ പ്രശ്നങ്ങൾ. ശരിയാണ്, തെറ്റൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ എന്തെല്ലാം കാര്യം മഴയെ കുറിച്ച് ചിന്തിക്കാണ്ടില്ല. നല്ല പോസിറ്റീവായിട്ട് ഒന്നില്ല മറ്റേ പാട്ട് കേട്ടിയ പോലെ പ്രണമയെ പൂവൽ വിരിയും വർണ്ണമയ എന്നുള്ള പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ മയം കൊണ്ട് നടന്നോടല്ലേ. എന്തായാലും താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു പ്രവീണമാൻ. വെൽക്കം സർ, താങ്ക് യു സോ മച്ച്. അപ്പൊ അതിലെ പലതരം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിറയുന്ന ഇത്തരം അവിടെ വെള്ളം പൊങ്ങി ഇവിടെ വെള്ളം പൊങ്ങി ഒക്കെ അതൊക്കെ ഒരു ഇൻഫർമേഷൻസ് ആണെന്ന് വിചാരിച്ച് ആ ഇൻഫർമേഷൻ നമ്മൾ സ്വീകരിക്കുക. പക്ഷെ ഇൻഫർമേഷൻ കേൾക്കുമ്പോൾ എനിക്ക് ഭയമാണ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ ഈ മഴയല്ല പ്രശ്നം, വെള്ളമല്ല പ്രശ്നം. എന്റെ ഉള്ളിൽ ഭയം എന്നൊരു ഫീലിംഗ് ഉണ്ട്. കാരണം ഇങ്ങനെയൊക്കെ വന്ന് ഞാൻ എന്ത് ചെയ്യും? ഇതും കടന്നു വന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഇത് കടന്നു പോകാൻ എനിക്കൊരു വഴി അവിടെ എഴുതിയിട്ടുണ്ടാവും എന്ന് ചിന്തിക്കാം. ഈ വരുമ്പോഴല്ലേ ആ സമയത്ത് നമുക്ക് നോക്കാമേ. കാരണം അറ്റ്ലീസ്റ്റ് ആ ചിന്തയെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് അതിനെ എൻകൗണ്ടർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇങ്ങനെ പറ്റും എന്ന് നോക്കുക. ഞാൻ പറഞ്ഞില്ലേ, നല്ല തണുത്ത വെള്ളം പൈപ്പിലൂടെ വരുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ നല്ല തണുപ്പുണ്ട്. പക്ഷെ പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഉടനെ എന്ത് പറയും? ഈ തണുപ്പ് എന്ന് പറയുമ്പോൾ ബോഡിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അപ്പൊ ബോഡി നമ്മൾ എന്താണോ പറയുന്നത് ആ വൈബ്രേഷനാണ്. അപ്പൊ ആ തണുപ്പ് നേരെ തന്നെ നമ്മൾ ചിലപ്പോൾ ആ തണുപ്പ് പിടിക്കും, പനി പിടിക്കും, അതിലേക്ക് പോകും. പകരം എന്ത് ചെയ്യാൻ പറ്റും? ആ തണുത്ത വെള്ളം ഞാൻ കപ്പിൽ ഇങ്ങനെ പിടിച്ചിട്ട് ദിസ് ഇസ് എൻ എനർജി, എനർജി ഹീൽസ് മൈ ബോഡി എന്ന് പറഞ്ഞ ഒറ്റ ഒഴിയാണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ ചിന്ത മാറി, എനർജിയാണ് ഇതിലേക്ക് മാറുന്നത്, എനർജിയാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതേ നിവർത്തിയുള്ളൂ. പിന്നെ എന്തിനാണ് ഞാൻ കംപ്ലൈന്റ് പറയുന്നത്? പകരം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ പ്രൊട്ടക്ട് ചെയ്യുകയുള്ളൂ, എന്നെ ബുദ്ധിമുട്ടിക്കില്ല. കാരണം ഇത് കടന്നുപോയേ പറ്റും. സോ ബി അവെയർ ഓഫ് അവർ വേർഡ്സ്, തോട്ട്സ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. Okay, thank you, Rasak sir, Pravina ma'am. Then Preeta ma'am. ഹലോ, ഗുഡ് മോർണിംഗ് പ്രവീണ മാം. ഞാൻ ഇന്നലെ ഈ ടോപ്പിക് കണ്ടപ്പോൾ തന്നെ മൺസൂൺ എന്നുള്ള ടോപ്പിക് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന്. കാര്യം ഞങ്ങള് മെയ് 25-നാണ് മൂന്നാർ യാത്ര. നമ്മുടെ SSLC ഗ്രൂപ്പാണ് ഞങ്ങൾ. അങ്ങനെ കുറച്ച് പേരായിട്ട് ഞങ്ങൾ യാത്ര പോവാണ്. മുന്നേ നമ്മൾ ബുക്ക് ചെയ്ത് എല്ലാ സൗകര്യങ്ങളും ആക്കി. അതിനുശേഷമാണ് പെട്ടെന്ന് നമ്മുടെ ഈ മഴയുടെ ഒരു ആഗമനം. അപ്പൊ അതിങ്ങനെ വന്ന് തലേ ദിവസമൊക്കെ നല്ല മഴയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് വിടുന്നു ഗ്രൂപ്പില്. മൂന്നാർ ട്രിപ്പ് എന്ന് പറഞ്ഞ പ്രത്യേക ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലിങ്ങനെ മെസ്സേജ് വരിക, അയ്യോ ന്യൂസിന്റെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വിടൽ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ അതിന്റെ ഒപ്പം ഇങ്ങനെ പോലും തുടങ്ങി. പക്ഷെ നമുക്ക് നമ്മുടെ ഈ പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ ഒരു ക്ലാസ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അതിൽ എടുത്തിട്ടു, ആരും നെഗറ്റീവ് ആരും പറയണ്ട, ദയവ് ചെയ്ത് ഇതുപോലെ ന്യൂസുകൾ നമ്മൾ ആരും ഷെയർ ചെയ്യരുത്, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വരുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമൊക്കെ ആയി. അപ്പൊ അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, പോസിറ്റീവായിട്ട് തന്നെ എല്ലാവരും ചിന്തിക്കും, നമുക്ക് അവിടെ പോവാം, നമ്മൾ എൻജോയ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോരും എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോഴേക്കും എൻ്റെ ഒപ്പം കുറച്ച് കൂട്ടുകാർ കൂടി. അപ്പൊ അവരും പറഞ്ഞു ആരും ഇതിൽ ഷെയർ ചെയ്യരുത് ദയവ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ പുലർച്ചെ 5 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോവാണ്, 25-ന് പോവാണ്.
പോകുന്ന വഴിയൊക്കെ അങ്ങനെ മഴ തന്നെയാണ്. നമ്മൾ പെട്രോൾ പമ്പിൽ നിർത്തണോ, ഭക്ഷണം കഴിക്കണോ, അങ്ങനെ 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 കയറി ഞങ്ങൾ അടിമാലിയിലെത്തി. അടിമാലിയിലാണ് സ്റ്റേ ഉണ്ടായിരുന്നത്. അവിടെ ചെന്ന് നമ്മൾ ലക്ഷറീസ് ആയിട്ടുള്ള റൂമുകളാണ്. ഓരോ ഫാമിലി, അത് ലേഡീസ് മാത്രമായിട്ട് ഞങ്ങളുടെ ഒപ്പം വന്നിട്ടുണ്ട്. ഫാമിലി മൊത്തം, ഞാനൊക്കെ എന്റെ ഫാമിലി മൊത്തം ചേട്ടനും മക്കളൊക്കെ കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവരെല്ലാവരും ഉണ്ട്. പിന്നെ ഇവർക്ക് ലക്ഷറീസ് റൂം ആയതുകൊണ്ട് തന്നെ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, TV, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവർ അവിടെ ചെന്ന് മേലൊക്കെ കഴുകി കഴിഞ്ഞ് പിന്നെ TV ന്യൂസ് കാണാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് വിട്ടിട്ടാണ്. അപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളി വന്നുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ, എന്താ, എവിടെ മഴ ഉണ്ടോ, എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും പിന്നെ ഓരോരുത്തരുടെ ഒക്കെ മുഖഭാവം മാറി. ഞാൻ വേഗം ചെന്നിട്ട് ഞങ്ങളുടെ ക്യാപ്റ്റൻ ഉണ്ട്, അവനോട് പറഞ്ഞു, ഇങ്ങനെ അനിലെ ഇവിടെ എല്ലാവരും ന്യൂസ് വെച്ച് കാണുന്നുണ്ട് പറഞ്ഞു. വേഗം ഒന്നും ചെയ്തില്ല, എല്ലാവരും റൂമിൽ നിന്ന് വിളിച്ചിറക്കി. ഒരു ഹാളുണ്ട്, ആ ഹാളിൽ കൊണ്ടുവന്ന് ഇരുത്തി. ഞങ്ങള് ഇവിടുന്ന് എല്ലാ സെറ്റപ്പും, അതായത് മൈക്ക് ബോക്സ് എല്ലാം കൊണ്ടുണ്ടായിരുന്നു. അതങ്ങനെ വെച്ച് ഫുള്ള് പാട്ടും ഡാൻസും അങ്ങനെ ഓരോ ഗെയിമുകളും ഒക്കെ കൂടിയിട്ട് അങ്ങോട്ട് എല്ലാത്തൊരു ഫീലാക്കി അവിടെ. അങ്ങനെ ഒരു 2 മണിക്ക് ശേഷമാണ് പിന്നെ എല്ലാവരോടും പോയി ഉറങ്ങിക്കോളാൻ പറഞ്ഞു. പിന്നെ ഇവിടെ ന്യൂസ് കേൾക്കാനുള്ള ടൈമില്ല, നേരെ പോയി ഉറങ്ങി. പുലർച്ചെ ഞങ്ങള് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് നേരെ മൂന്നാറ് ചുരം കയറി അവിടെ പോയി എൻജോയ് ചെയ്തു. അവിടെ എത്തി പിന്നെ റേഞ്ച് ഇല്ല, പിന്നെ വീട്ടിൽ നിന്ന് വിളി വരില്ല. അവിടെ ചെന്നു എൻജോയ് ചെയ്ത് തിരിച്ചു പോന്നു. തിരിച്ചു പോരുന്ന സമയത്ത് നമുക്ക് ബസ്സില് അതെ ഇതേ സൗകര്യം തന്നെ, ബോക്സും മൈക്കും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ പാട്ട് പാടുന്നു, ഓരോരുത്തർ അവരുടെ അനുഭവം പറയണു, തമാശ പറഞ്ഞു. അങ്ങനെ നമ്മള് വീടെത്തി. അപ്പൊ ഇവിടെ എത്തുന്നത് വരെ, തൃശ്ശൂർ എത്തിയതിനു ശേഷമാണ് പിന്നെ നമ്മൾ വീടുകളിലേക്ക് ഇന്ന സമയത്ത് എത്തും. ഞങ്ങൾ ശരിക്കും 2 മണിയായി തിരിച്ചെത്തിയപ്പോ. ഇന്ന സമയത്ത് എത്തും എന്നുള്ളതൊക്കെ പറഞ്ഞത്. പിന്നെ ഓരോരുത്തരുടെ അനുഭവം. പിന്നെ എല്ലാവർക്കും സങ്കടമായി, അയ്യോ നമ്മൾ നമ്മുടെ നാട്ടിലെത്തി, നമ്മുടെ ആ ട്രിപ്പ് കഴിഞ്ഞു, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫീലായി. പിന്നെ ആർക്കും മഴയെ കുറിച്ചൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ആ ഒരു 2 ദിവസം നമ്മൾ ന്യൂസുകൾ, ഇങ്ങനെ പല ന്യൂസുകളും വരുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ ശരിക്കും എൻജോയ് ചെയ്തു ഞങ്ങള് എല്ലാവരും. ഇപ്പൊ ആ ഒരു ഫീലിലാണ്. ഇപ്പൊ ഇന്നലെയൊക്കെ അതിന്റെ മെസ്സേജുകളായിരുന്നു, നമ്മൾ എത്ര പെട്ടെന്ന് ടൂർ കഴിഞ്ഞില്ല, എന്തെല്ലാം കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട്. പക്ഷെ എല്ലാതും നമ്മള് തരണം ചെയ്ത് നമ്മൾ തിരിച്ചെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരു ഫീൽ ആയിരുന്നു. മാമിന്റെ ഈ ഒരു ടോപ്പിക് കണ്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചു എന്റെ ഈ ഒരു അനുഭവം ഷെയർ ചെയ്യണമെന്ന്. പരമാവധി എൻജോയ് ചെയ്തു മാം. 25th 26th അങ്ങനെ 2 ദിവസമായിരുന്നു ഞങ്ങൾക്ക് അവിടെ. ഓക്കെ, താങ്ക് യു. നല്ലൊരു ക്ലാസ്. അതിനുശേഷം മോള് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ തിരിച്ചു വരണത് 2:45-നാണ്. മോള് വന്ന് വേഗം, ഞാൻ എന്തായാലും അമ്മ ക്ലാസ്സിന് പോകും. അന്ന് ക്ലാസ്സിന് പോണ അവൾക്ക് 5 മിനിറ്റ് മെമ്മൂനാണ് മോള് തിരിച്ച് കോഴിക്കോട് പോകുന്നത്. അപ്പൊ അവളും ആ ഒരു കംഫർട്ട് സോണിൽ, അതായത് ഞാൻ യാത്ര കഴിഞ്ഞ് വന്നാ ഉറങ്ങി അങ്ങനെയൊന്നുമില്ല, എനിക്ക് അറ്റൻഡൻസ് നിർബന്ധമാണെന്ന് പറയണു. അച്ഛനെ കൂട്ടണോ, വണ്ടി വിളിക്കണോ, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ മോളെ കൊണ്ടാക്കി അവൾ അവിടെ പോയി, അവള് സേഫ് ആണ്. അപ്പൊ എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് കണ്ടാൽ നമുക്ക് എല്ലാതും തിരിച്ച് നമുക്ക് റിസൾട്ട് അങ്ങനെയായിരിക്കും. ഓക്കെ, താങ്ക് യു മാം. വളരെ നല്ലൊരു ക്ലാസ്. ഓക്കെ, താങ്ക് യു പ്രീത മാം. നല്ലൊരു ഷെയറിംഗ് ആയിരുന്നു. കാരണം എന്തായാലും ഇറങ്ങി തിരിച്ചു. അപ്പൊ അതിനെ എങ്ങനെയാണെങ്കിലും നല്ല ഒരു മനസ്സോടുകൂടി അല്ലെങ്കിൽ ഒരു ധൈര്യത്തോടുകൂടി നേരിടുക എന്നത് മാത്രമേ ചെയ്യാനുള്ളൂ എന്നുകൂടി പഠിപ്പിക്കുന്ന ഒരു ഷെയറിംഗ് തന്നെയായിരുന്നു. അതെ, എന്തായാലും എന്റെ റെസ്പോൺസിബിലിറ്റി, ഇറങ്ങാൻ ഞാൻ തീരുമാനിച്ചു. ഇനി അതിൽ വരുന്നതെല്ലാം നേരിടുക എന്നുള്ള റെസ്പോൺസിബിൾ ഞാൻ ഏറ്റെടുക്കുന്നു. അതിപ്പോ എന്ത് തന്നെയാണെങ്കിലും. അപ്പൊ അങ്ങനെ പോയ പലരും പല ബുദ്ധിമുട്ടുകളിലും പെട്ടിട്ടുണ്ട്. പക്ഷെ വരുന്നതിന് എന്തായാലും നേരിടാൻ വേണ്ടി ഇറങ്ങി തിരിക്കുക എന്നുള്ള ഒരു ധൈര്യത്തോടുകൂടി ഇറങ്ങുക, ബാക്കി വരുന്നതിന് നേരിടുക. ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് ചില ഭയങ്ങളും ഒക്കെ ഉള്ളിലുണ്ടാവാം, പക്ഷെ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ അതിനെ നേരിടുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. കാരണം അത് എന്താണ് നമുക്ക് വരാനിരിക്കുക നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇന്ന് ഉപയോഗിച്ച വാക്കുകളുടെ ഫലമാണ് നാളെ നമ്മൾ കാത്തിരിക്കുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളും വാക്കുകളും നമ്മുടെ ഇമോഷൻസിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് മൺസൂൺ കഴിഞ്ഞ് മറ്റൊരു കാലാവസ്ഥയിലേക്ക് മാറുമ്പോഴും ഞാൻ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുക, അതിനെ ഫീൽ ചെയ്യുക, ധൈര്യപൂർവ്വം ചെയ്യുന്നത്. താങ്ക് യു, ഗ്രേറ്റ് ഷെയറിംഗ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ കേൾക്കാനും പഠിക്കാനും പറ്റും. കാരണം ആ സമയത്ത് അതേ നിവൃത്തിയുള്ളൂ. പിന്നെ അതിനെ എൻജോയ് ചെയ്യുക, ബി ഇൻ ദ പ്രസന്റ് എന്ന് പറഞ്ഞതുപോലെ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു പ്രീത മാം. ദെൻ വേറെ ആരാണ് ഇതേപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഷെയർ ചെയ്യാൻ? ഓക്കെ, സിന്ധു മാം. എന്തായാലും റസാഖ് സാറ് പ്രവീണ മാമിനെ ഇഷ്ടായി. പ്രവീണ മാം സീസണറി ഫ്രൂട്ട്സ് വരുന്ന പോലെ എടുത്ത മാം ക്ലാസ്സിന്റെ ഓരോ വിഷയം കൊണ്ടുവരണതെന്ന് പറഞ്ഞപ്പോ നല്ല രസമുണ്ട് കേൾക്കാം. ഇപ്പൊ മഴക്കാലമായപ്പോ മാം മഴ പറഞ്ഞത്.
നല്ല ക്ലാസ് ആയിരുന്നു. അതുപോലെ പ്രീതമ്മൻ പറഞ്ഞത് കേട്ടപ്പോ അതും എനിക്ക് പറയാൻ തോന്നിയത് എന്താ വെച്ചാല്, നമ്മൾ പോസിറ്റീവായിട്ട് എവിടെങ്കിലും പോണ സമയത്ത് നമ്മളെ മനസ്സിൽ പോസിറ്റീവായിട്ടാ ചിന്തിക്കണമെങ്കിൽ അത് പോസിറ്റീവായിട്ട് തന്നെ നടക്കും. ആ സ്ഥാനത്ത് നമ്മൾ നെഗറ്റീവായിട്ടാ ചിന്തിക്കണമെങ്കിൽ ഭയങ്കര ഇതാണ്. കാരണം ഞാൻ 2 ദിവസം മുന്നേ അനുജത്തി, ഞങ്ങൾ രണ്ടാളും കൂടി അനിയത്തിന്റെ മോളെ കുട്ടിക്ക് സുഖമില്ലാണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിലാണ് കൊണ്ടുപോണത് കേട്ടാ. ആ പോണ സമയത്ത് അവളിങ്ങനെ ചിന്തിച്ച എന്താ അത്ര ഈശ്വര, ഈ ആംബുലൻസിൽ പോകുമ്പോ എവിടെയെങ്കിലും പോയി ഇടിക്കുവോ, കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ, ഇങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് അവിടെ എത്തിയതിനു ശേഷം എന്നോട് പറയാണ്, ഫ്രീ ആയിട്ട് എന്നോട് പറയാ, എന്താന്നറിയില്ല ചിന്തിച്ചെന്റെ മനസ്സിൽ മുഴുവൻ നെഗറ്റീവ് ആയിരുന്നു. എന്തേലും പറ്റുമോ എവിടെയെങ്കിലും വെച്ച് ഇടിക്കുവോ, അല്ലെങ്കിൽ ആംബുലൻസിൽ ഞങ്ങൾ 2 പെണ്ണുങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അവരിനി എന്തേലും നമ്മളെ കാട്ടുവോ, അങ്ങനെയൊക്കെ എത്ര അവള് ചിന്തിച്ചത്. അപ്പൊ എന്നിട്ട് അവള് കുറച്ചും കണ്ട് നെഗറ്റീവ് തോട്ട് വരുമ്പോൾ അവള് പിന്നെ പെട്ടെന്ന് രാമ ചെല്ലിങ്ങനെ ഇരിക്കും ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, നമ്മള് ഒരു വഴിക്ക് ഒരു യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ നമ്മളെ മൈൻഡിൽ നെഗറ്റീവായിട്ട് നമ്മൾ എന്ത് ചിന്തിച്ചാലും അത് നടക്കും, അത് തന്നെ നടക്കുള്ളൂ. പിന്നെ അപ്പൊ നമ്മൾ ആ ഭാഗം ചിന്തിക്കേണ്ട, ഞാൻ സുഖമായിട്ട് പോയി എത്തും അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് സുഖമായിട്ട് മാറും, നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്കിവിടെ 2-3 അനുഭവം ഉണ്ടേ. നമ്മൾ വണ്ടിയിലൊക്കെ വരുമ്പോ അയ്യോ വണ്ടി ഇടിക്കോ ചോദിച്ച് ചിന്തിച്ച് ലാസ്റ്റ് അതിനെ ഇടിപ്പിക്കും നമ്മള്. അതിനെ ഇടിച്ചിട്ടും ഉണ്ട്. ആ അനുഭവം നമുക്ക് ഉള്ളതും കൊണ്ട് നമ്മളിപ്പോ അങ്ങനെ ചിന്തിക്കാറില്ല. നമ്മളെ മൈൻഡിൽ മുഴുവൻ നമ്മള് നല്ല സുഖമായിട്ട് യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ പോണെങ്കിൽ അത് അതേപോലെ തന്നെ നടക്കും. അപ്പൊ നമ്മളെ മൈൻഡിൽ വരുന്ന ആ നെഗറ്റീവ് തോട്ടിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വലിയ വലിയ അപകടങ്ങൾ വരാൻ വരെ സാധ്യത. ഇപ്പൊ വെള്ളം വരുന്നേ എല്ലാരും പറയുന്ന, അയ്യോ നല്ല വെള്ളം കാണാണ്ട്, ഇനിയിപ്പോ വെള്ളപ്പൊക്കം ആവുമോ. അപ്പൊ നമ്മളത് ചിന്തിക്കും തോറും അതിലേക്ക് തന്നെ നമ്മളെ മൈൻഡിനെ എത്തിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കാണ്ട് മഴയുടെ എന്താ പറയാ, പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് മഴയും വേനലൊക്കെ. അത് അതിന്റെ വഴിക്ക് അങ്ങനെ പോട്ടെ, നമ്മളൊക്കെ നോക്കിയാ അതിന് നേരം ഉണ്ടാവും. വാട്സപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ പറയണ പോലെ ചില 2 ഉണ്ട്, വെറും മരണത്തിന്റെ മാത്രം ഗ്രൂപ്പാക്കി മാറ്റിയിരിക്കുക അവര്. എനിക്കത് നോക്കണേ പേടിയാ. അപ്പൊ ഞാൻ ആ ഭാഗം തന്നെ ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഒക്കെ ഓരോ ഇതാണ് മൊബൈലിലടക്കം വരുന്നത്. എനിവേ നല്ല ക്ലാസ് ആയിരുന്നു മാം. ഓരോ എന്താ പറയാ, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് കേൾക്കാൻ പറ്റിയ ഉചിതമായ ക്ലാസ്സുകളാണ് മാം എടുക്കുന്നത്. മാമിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അതിനോടൊപ്പം താങ്ക്സും പറയുന്നു. താങ്ക് യു പ്രിയട മാം, താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഓരോരുത്തരുടെ ഷെയറിംഗ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചത് ഇങ്ങനെയൊക്കെ ആവുമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോ ഇപ്പൊ ഇത് കേൾക്കാനുള്ള കാരണം, ഇതാണ് ഇത് കേൾക്കാനുള്ള ഏറ്റവും നല്ല സമയം ഇതാണ്. ചിലപ്പോ നമ്മൾ കേൾക്കാൻ നമുക്ക് മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനത്തെ ഫീലിംഗ് തോന്നിയിട്ടില്ല. പക്ഷെ ഇത് കേട്ടപ്പോ എനിക്ക് മുന്നേ തോന്നിയിരുന്നെങ്കിൽ എന്ന് തോന്നുമ്പോ ആ ചിന്തയാണ് നമ്മൾ എൻകൗണ്ടർ ചെയ്യേണ്ടത്. അപ്പൊ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാനിത് മുന്നേ കേട്ടിരുന്നു, പക്ഷെ ഇത് കേൾത്തിട്ട് എന്റെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ എനിക്ക് അങ്ങനെ ഇപ്പൊ മുന്നേ കേട്ടിരുന്നെങ്കിൽ എന്ന് ചിന്തയെ എൻകൗണ്ടർ ചെയ്ത് ഇത് ഇപ്പോഴാണ് എനിക്ക് കേൾക്കാനുള്ള ഏറ്റവും നല്ല സമയം യൂണിവേഴ്സ് ഒരുക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. കാരണം അതേ നിവർത്തിയുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞു? അതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ദോഷമുണ്ടോ എന്ന് വെച്ചാൽ അതേ ഉള്ളൂ. പിന്നെ എന്തിനാണ് എനിക്ക് അത്തരം തോട്ടുകളും ചിന്തകളും വാക്കുകളും? ഇല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റായിരിക്കാം, പക്ഷെ പറയേണ്ടത് ഞാൻ ചെയ്തത് ശരിയാണ്. ഒന്നുകിൽ അതൊന്നും എനിക്കൊരു പാഠം കിട്ടും, അല്ലെങ്കിൽ എനിക്കൊരു ബ്ലെസ്സിങ് കിട്ടും. അത് എനിക്ക് ഏറ്റവും നല്ല സമയമാണെന്ന് കരുതി മുന്നോട്ട് പോകാം. So no more complaints. Keep going. Thank you, Sindhuman. Great sharing. Thank you. ഈ നെഗറ്റീവ് ന്യൂസ് മാത്രമേ നമ്മൾ കാണുള്ളൂ, നമ്മൾ ചിന്തിക്കുള്ളൂ അല്ലേ? ഇപ്പൊ ഒരു വൈറൽ വീഡിയോ ഉണ്ട്, ആരെങ്കിലും കണ്ടോ? ഒരാൾ ഹജ്ജിന് പോയിക്കാണ്ട് തിരിച്ചു വന്ന് കണ്ടോ? ഇല്ല. ഒരാളെ ഹജ്ജിന് പുറപ്പെട്ടു, ഗദ്ദാഫി എന്ന പേരായതുകൊണ്ട് വിമാനത്തിൽ കയറ്റിയില്ല. അങ്ങനെ പോയിട്ട് വിമാനം കംപ്ലൈന്റ് ആവണു, തിരിച്ചിങ്ങോട്ട് തന്നെ ഇറക്കി. ആ കംപ്ലൈന്റ് അപ്പോഴും ഇയാൾ പറയുന്നുണ്ട്, ഞാൻ പോരട്ടെ, എല്ലാ സംഭവം റെഡിയാണ്. അപ്പോഴും ഫ്ലൈറ്റിലുള്ള ജീവനക്കാരൻ പറഞ്ഞു പറ്റില്ല, കയറാൻ പറ്റില്ല പറഞ്ഞു. രണ്ടാമത് ക്ലിയർ ആക്കി വീണ്ടും കയറി. ആ ഫ്ലൈറ്റ് വീണ്ടും തകരാറായിട്ട് രണ്ടാമത് വീണ്ടും ആ എയർപോർട്ടിൽ തന്നെ ഇറക്കി. വീണ്ടും എയർപോർട്ടിൽ ഇറക്കിയപ്പോൾ ആ ഫ്ലൈറ്റിലെ പൈലറ്റ് പറഞ്ഞു, ആ കയറാനുള്ള വ്യക്തിയെ ഇങ്ങോട്ട് കയറ്റി വിടു പറഞ്ഞു. അയാള് എല്ലാ അഗ്രിമെന്റ് റെഡിയാക്കിയതിനു ശേഷം ഫ്ലൈറ്റ് കയറുന്നു. ആ വിമാനം സുഖസുന്ദരമായി ഹജ്ജിന് പുറപ്പെടുന്നു. ഇങ്ങനെ വാർത്ത വൈറൽ ഉണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഫേസ്ബുക്കിലൊക്കെ നല്ല വൈറലാണ്, അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്.
അവരെ ചിന്തയാണ് ചിന്ത. ഈ ചിന്ത കാരണം നമ്മളെ കേരളത്തിലാണ് ഇപ്പൊ അയാള് എവിടെ എത്തിയിരുന്നു. കാരണം അയാൾക്കൊരു പ്രത്യേക പദവിയൊക്കെ കിട്ടിയിരുന്നു. കേരളത്തിലല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. മറ്റുള്ള രാജ്യങ്ങളായതുകൊണ്ട് അയാളിപ്പോ ഒരു വൈറലാണ്. കണ്ടിട്ടുണ്ടോ? അപ്പൊ നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചാൽ അത് നടക്കും. അതാണ് സംഭവം. അത് നമ്മളെ ചിന്താഗതിയാണ് ഇതിന്റെയൊക്കെ കാരണങ്ങൾ വരുന്നത്. നമ്മളെ ചിന്താഗതി മാത്രമാണ്. എന്തായാലും ഷീജാമേൻ എന്തോ സംസാരിക്കാനുണ്ട്. ഷീജാമ അൺമ്യൂട്ട് ചെയ്തിരുന്നു. ഷീജാമ ചിന്താഗതി നൽകാൻ നമുക്കൊക്കെ ആവശ്യം നെഗറ്റീവ് ന്യൂസ് ആണെന്നുള്ളത് ജനങ്ങൾ, പത്രക്കാർക്ക്, മീഡിയത്തിക്കും ഒക്കെ അറിയാം. അപ്പൊ അവര് നെഗറ്റീവ് ന്യൂസ് അതാണ് ശരി. ആ ബഷീർ സാർ പറഞ്ഞ കറക്റ്റ്. നമുക്ക് ആവശ്യം നെഗറ്റീവ് ആണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരെ എന്ത് ചെയ്യും? ഇപ്പൊ നെഗറ്റീവ്. ഇപ്പൊ ലോകത്ത് 140 കോടി ജനങ്ങളുടെ രാജ്യത്തിന് ഒരു 4-5 സംഭവങ്ങള് നെഗറ്റീവ് സംഭവിക്കുമ്പോൾ അത് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് അതിന്റെ എത്രയോ ഇരട്ടി പോസിറ്റീവ് നടക്കുന്നുണ്ടോ പക്ഷെ അത് പറയില്ല. അതാണ് ബഷീർ സാർ പറഞ്ഞു 100% അതാണ് റെഡി. 100%. കാരണം നമ്മളെ ആവശ്യം നെഗറ്റീവ് ആണെന്ന് അവർക്കറിയും. അപ്പൊ അവർക്ക് എന്ത് വേണം? അവർക്കിത് വിറ്റ് ചെലവാക്കണം. അവർക്കിത് കൂടുതൽ വിറ്റ് ചെലവാണ്. അവരുടെ ഉദ്ദേശം അത്ര ഉള്ളൂ. അപ്പൊ അവരതാണ്ട് സ്പ്രെഡ് ചെയ്യുക. നമുക്ക് ആവശ്യം അതാണ്. നമ്മൾ എന്തുകൊണ്ട് പോസിറ്റീവായി ചിന്തിച്ചുകൂടാ? അതാണ് പ്രശ്നം. ഓക്കെ, താങ്ക് യു ബഷീർ സാർ. നല്ലൊരു അഭിപ്രായമാണ്. ഷീജ പറയൂ. ദീപ, ഷീജ പറഞ്ഞോളൂ. അങ്ങനെ വെറുതെ ഇരിക്കല്ലേ, എന്തെങ്കിലും ആയിട്ട് പറയും. പറഞ്ഞോളൂ. മഴനെ പറ്റി നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കേട്ടിരുന്നതാ. ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നെ സംബന്ധിച്ച് ഒരു 10-29 വർഷമായി ഞാൻ ഇങ്ങനെ ഒരു ഈ മൺസൂൺ ഇവിടെ നാട്ടിൽ പെട്ടിട്ട്. ഞാൻ ശരിക്കും എനിക്കറിയില്ല ഇവിടുത്തെ മഴയും വെള്ളപ്പൊക്കം. അതെ, അങ്ങനെ ഞങ്ങളെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പിന്നെ ഒരു മഴക്കാലമായിട്ടില്ല. വല്ലപ്പോഴും ഒരു മഴ കിട്ടിയെങ്കിൽ കിട്ടും, അത്രേ ഉള്ളൂ. ഇത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ട് ഇന്നലെ ഞങ്ങള് ഇവിടെ ഒരു അടുത്ത് തൃശ്ശൂർ തന്നെ ഒരു ചെറിയൊരു വാട്ടർഫോളിലൊക്കെ പോയി. നല്ല രസമായിരുന്നു കാണാൻ. മഴ പെയ്ത് ശരിക്കും എൻജോയ് ചെയ്ത്. ഞാനിപ്പോ പോവാറായെന്ന് പറയുമ്പോ മഴ അതിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. എനിക്കിഷ്ടമാണ് മഴ. ഇപ്പൊ ഇന്നിപ്പോ രാവിലെ തന്നെ ഇവിടെ റെഡ് അലേർട്ട് ആണ്. ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച്, പുറത്ത് നല്ല മഴ പെയ്യാ, കുളിച്ച് വിളക്ക് എല്ലാ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനിരിക്കാം. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യാം. ഇത് മഴ ഉണ്ടാവരുത് എന്നുള്ള ഇതുണ്ട്. പക്ഷെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. കാരണം ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് നമ്മള് കുറച്ച് കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടായപ്പോ മാഡം പറഞ്ഞ പോലെ നമ്മൾ അത് ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസം ഇല്ലാതെ ഇങ്ങനെ പോകണം. നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ എന്നുള്ളൊരു ഇതില്. താങ്ക് യു മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഷീജ. വേറെ ആരാണ് സംസാരിക്കുന്നേ? പ്രവീണ മാം, നല്ലൊരു പറഞ്ഞോളൂ. ഓക്കെ, shall I continue? Yes. ഓക്കെ. പിന്നെ മഴ ആക്ച്വലി ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടിട്ട് കുറച്ച് പേടിപ്പെടുത്തുന്ന രീതിയിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും അവരുടെ ചാനലിൽ കൂടിയുള്ള ഇൻഫർമേഷൻസും അത് ഇതും, ചിലപ്പോ ഒരു ദിവസം തന്നെ 3 പ്രാവശ്യം മറ്റൊക്കെയാണ് മെസ്സേജ് വരുന്നത് വാട്സപ്പിൽ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ. അപ്പോ എവിടെയും നമുക്ക് ധൈര്യമായിട്ട് ദൂരെയെങ്കിലും പോകാനുള്ള ഒരു സാഹചര്യത്തിലല്ല ഇപ്പോഴത്തെ കണ്ടീഷൻ. മലയിടിച്ചിലും വെള്ളം, പിന്നെ റോഡിന്റെ സൈഡിൽ കൂടി വണ്ടികളൊക്കെ പോകുമ്പോൾ വണ്ടി ഇങ്ങനെ ചെരിയുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ അപകടങ്ങളൊന്നും ഇല്ലാണ്ട് ഭംഗിയായിട്ട് പോട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. താങ്ക് യു, നല്ലൊരു ക്ലാസ് ആയിരുന്നു. കൃഷ്ണമൂർത്തി സാർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് വാട്സപ്പിലൂടെ, അല്ലാതെയും നമുക്ക് SMS ആയിട്ട് ഗവൺമെന്റിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ട്. അങ്ങനെയുള്ള മെസ്സേജ് വരുമ്പോൾ ബി അലേർട്ട് എന്നുകൂടിയ മെസ്സേജ് പറയുന്നുണ്ട്. കാരണം ഭയപ്പെടുത്താനല്ല അത്, അവിടെ ഒരു ജാഗ്രത, ഭയം വേണ്ട, ജാഗ്രതയോട് കൂടി. കാരണം പെരുമഴയാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ആ യാത്ര ഒഴിവാക്കുക. കാരണം ആ സമയത്ത് വീട്ടിൽ സുരക്ഷിതരായിട്ട് ഇരിക്കുക. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം
നമുക്കിപ്പോ പല സ്ഥലത്തും നമുക്ക് കേൾക്കാം ഈ മഴക്കാലത്ത് കുട്ടികൾ കുളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഇലക്ട്രിക് ലൈൻ പൊട്ടി കാറ്റും മഴ അങ്ങനെ ഷോക്ക് അടിച്ച് മരിച്ചു. അപ്പൊ ആ സമയത്ത് സേഫ്റ്റിയാണ് നമുക്ക് വേണ്ടത്. ആ സേഫ്റ്റി തരാനും കൂടി ഇത്തരം മെസ്സേജുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ അലേർട്ട് ആവുന്നുണ്ട്. അപ്പൊ എന്റെ യാത്ര ആവശ്യമുള്ളതാണെങ്കിൽ, അത്യാവശ്യമുള്ളതാണെങ്കിൽ അത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അത് മറ്റൊരു ദിവസത്തെ മാറ്റാനെങ്കിലും സേഫ് ആയിട്ട് വീട്ടിലിരിക്കുക. കാരണം യാത്രകളും ഒക്കെ നമ്മുടെ വെള്ളത്തിന്റെ പല ബ്ലോക്കുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതും കൂടി ഒരു അലേർട്ട് ആവാൻ വേണ്ടിയിട്ട് തരുന്ന മെസ്സേജ് ആണെന്ന് തിരിച്ചറിയും. അപ്പൊ മഴയുണ്ട്, അതെ അതെ, അതായത് ഒരു അലേർട്ട്. അപ്പൊ നമുക്കത് സ്വീകരിക്കണോ എന്ന് ചോദിച്ചാൽ സ്വീകരിക്കേണ്ടതാണ്. കാരണം നമുക്കത് അവെയർ ആവാൻ കൂടി വേണ്ടിയിട്ടാണ് അത്തരം ന്യൂസുകൾ നമ്മളിലേക്ക് മൊബൈലിലൊക്കെ SMS ഇടയ്ക്ക് SMS ആയിട്ട് മെസ്സേജ് വരുന്നുണ്ട്. ഇന്ന ജില്ലകളിൽ കൂടുതൽ അപ്പൊ അതിന് അലേർട്ട്നെസ് കൊടുക്കുക. നമ്മുടെ യാത്രകളിലും നമ്മുടെ പോകുന്ന വഴികളിലും ഒക്കെ ഒരു അലേർട്ട് ആയിട്ട് ഇരിക്കാനുള്ള ഒരു ഇതുകൂടി നമ്മുടെ ഏറ്റെടുക്കാന്ന് കൂടി നമുക്ക് ചിന്തിക്കേണ്ടതാണെന്ന് കൂടി കൂട്ടിച്ചേർക്കാം. താങ്ക് യു വിഷ്ണു. താങ്ക് യു. മണിസാറോടി പറഞ്ഞോളൂ, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മണിസാറേ. അതെ അതെ, മാജിക് മോർണിംഗ് നല്ലൊരു ക്ലാസ് തന്നെ മാം. നല്ല ഈ മഴക്കാലം എങ്ങനെ എൻജോയ് ചെയ്യാന്നുള്ളത് ഞാൻ പണ്ട് കാലത്ത് പഴയ കാലത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോയി. അപ്പൊ കുട്ടിക്കാലാവുമ്പോൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ എൻജോയ് ചെയ്ത സമയമാണ്. നീന്താൻ പോകാനും മഴയത്ത് നടക്കാനും മറ്റുള്ള ഓടുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ കുളിക്കാനും അങ്ങനെ തോണിയിൽ പോകാനും ഒക്കെയുള്ള ഒരു സാഹചര്യം. അതുപോലെ തന്നെ അന്നത്തെ ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചിയും കാര്യങ്ങളും ഉണ്ടാവും. ആവി വറക്കുന്ന ഭക്ഷണങ്ങളാണ് ഉണ്ടാകുക. അപ്പൊ കാപ്പിയായാലും ശരി, കപ്പയായാലും ശരി. അപ്പൊ അതുപോലെ തന്നെ മഴക്കാലത്ത് ഉണ്ടാക്കുന്ന പല ഭക്ഷണങ്ങളുണ്ട്, അതും ആസ്വദിക്കാൻ പറ്റും, നമുക്ക് പോകാനും പറ്റും. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിൽ ശരി, നമ്മൾ മാം പറഞ്ഞ പോലെ ഇതിൽ മഴക്കാലക്കെടുതികൾ ദുരിതം അനുഭവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ ദുരിതം മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും കൂടി മാം പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെ. അപ്പൊ നമ്മൾ ഇത് ഒബ്സർവ് ചെയ്യുക, സൈലന്റ് ആയി ഇരിക്കുക, എന്നിട്ട് എൻജോയ് ചെയ്യുക. നമുക്ക് ഇത് മാറ്റാൻ പറ്റൂല. മഴ ഒരിക്കലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നും പറ്റാതെ. അപ്പൊ അത് വന്നത് സ്വീകരിക്കുക. അതിന്റെ കെടുതികളിൽ ഉണ്ടെങ്കിലും നമ്മൾ ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഇത് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പോവാന്നുള്ളതാണ്. ഏതായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു സോ മച്ച് സാർ. മാണി സാർ ഇപ്പോഴും കുട്ടിക്കാലത്തെ കപ്പയും അതൊക്കെയാണ് ഓർക്കുന്നത്. നമുക്ക് എന്തെല്ലാം മധുരമുള്ള ഓർമ്മകളാണല്ലേ. അത്തരം ഓർമ്മകളെ നമുക്ക് കൂടെ കൂട്ടാം, കാരണം അത് നല്ല ചിന്തകളാണ്. താങ്ക് യു സോ മച്ച്. ഷീല മാം എന്തോ പറയാൻ വരുന്നുണ്ടല്ലോ, പറഞ്ഞോളൂ. ചെറുപ്പകാലത്തിലേക്ക് പോയി. മഴയത്ത് സ്കൂളിലൊക്കെ പോകുന്ന ടൈമില് കൂട്ടുകാർക്ക് കുടയൊന്നും കാണിയല്ല. അപ്പം ചേമ്പലയും അല്ലെങ്കിൽ വാഴയിലയും ഒക്കെ ചൂടിയായിരിക്കും പോകുന്നത്. അപ്പൊ ആ സമയത്ത് കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ കൂടെ നിൽക്കും കുടയുണ്ടെങ്കിലും. പിന്നെ അവിടെ ചെല്ലുമ്പോൾ അസംബ്ലിയിൽ എല്ലാവരുടെയും മുമ്പിൽ അടിയായിരിക്കും. നമുക്ക് എന്തിയെ സമയത്ത് വരാത്തതെന്നും ചോദിച്ച്. പണ്ടത്തെ കാലമല്ലേ. അപ്പം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാലാ ഏരിയയെ സംബന്ധിച്ചിടത്തോളം മഴക്കാലം ഒക്കെ ഒരു എൻജോയ്മെന്റ് ആയി മാറി. കാരണം പണ്ട് തൊട്ടേ ഈ വെള്ളം റോഡിൽ കയറുന്നതും സ്കൂളിന് അവധിയൊക്കെ കിട്ടുന്ന ടൈമിലും ഒക്കെ ആണേലും ഇപ്പം എല്ലാരും അതങ്ങോട്ട് കൊച്ചു പിള്ളേരെ വരെ റോഡിലേക്ക് ഇറക്കി അങ്ങ് എൻജോയ് ചെയ്യുക. എന്താണ് ഈ ചെറിയ വള്ളം പോലെയുള്ള ഇതുമൊക്കെ ഇറക്കി പാലാക്കാരൊക്കെ ഇപ്പൊ അത് എൻജോയ് ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാ സത്യം. മഴ വരുന്നത് തന്നെ. പിന്നെ റോഡ് എപ്പോഴും വെള്ളത്തിലായിരിക്കും. എപ്പോഴും വെള്ളത്തിലാ. പിന്നെ ഇപ്പം ആറിന്റെ വീതി കൂട്ടിയ കാരണം കുറച്ച് മാറ്റമുണ്ട്. ഇപ്പം കരകവിഞ്ഞ് വെള്ളം ആകാറായെന്ന് തോന്നുന്നു ഇന്നലെയൊക്കെ കാണുമ്പോൾ. പക്ഷെ എന്താണേലും മാം പറഞ്ഞതുപോലെ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ പാഠം തീർച്ചയായിട്ടും എന്താണ്, കൂടുതലും മാം മൈൻഡ്ഫുൾനെസ്സിനെ അല്ലെ കോൺസെൻട്രേറ്റ് ചെയ്താണ് സംസാരിച്ചെന്ന് തോന്നുന്നു. ഇപ്പം കുളിക്കുവാണെങ്കിലും എങ്ങനെയാണ് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് കുളിക്കേണ്ടത്. എനിക്ക് ഈ പറഞ്ഞ പോലെ തണുത്ത വെള്ളത്തിൽ കുളി ഒരു മടുപ്പുള്ള കേസ് കേട്ടാണ്. അപ്പം മാഡം പറഞ്ഞപ്പം ആ ഒരു എന്താണേലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത്രയും മനസ്സിൽ ഉൾക്കൊള്ളാറില്ലായിരുന്നെന്ന് മാത്രം. എന്താണേലും നല്ലൊരു ക്ലാസ്. തീർച്ചയായിട്ടും നമ്മൾ അതിനെ അതിൻ്റെതായ രീതിയിലാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുമുണ്ട്. ഓക്കെ, താങ്ക് യു മാം. വളരെ കണ്ണു തുറപ്പിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എനിക്ക് തോന്നുന്നു മനോജ് ഷീല മാമിന്റെ നാട്ടിലാണ് സംശയമുണ്ട്. കോട്ടയംകാരനാണോ? മനോജ് സാറ് സംശയമുണ്ട് എനിക്ക്. മനോജ് സാറേ. സാർ ഞാൻ എറണാകുളമാണ്. എറണാകുളമാണ്. അതെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. എൻജോയ് ചെയ്തു. ഇങ്ങനെയുള്ള സാറ് പറഞ്ഞ പോലെ ഓരോ സീസൺ അനുസരിച്ചുള്ള ക്ലാസ്സുകളായിരുന്നു. മാഡത്തിന് വളരെ നന്ദി. താങ്ക് യു.
താങ്ക് യു. മനോജ് സാർ നമ്മളെ ചലഞ്ചിലൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ മാറാൻ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും മാറും. ഓക്കെ, വേറെ ആരാ? എനിവേ താങ്ക് യു സോ മച്ച് ടു ആൾ. താങ്ക് യു. എല്ലാവരും ഓക്കെയാണ്. എല്ലാവരും ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോവാം. എനിവേ പ്രവീണ മാം താങ്ക് യു സോ മച്ച്. അപ്പൊ നല്ലൊരു സെഷൻ ആയിരുന്നു. അപ്പൊ നമുക്ക് ലീവ് ചെയ്യാം അല്ലേ? താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ടു ആൾ. താങ്ക് യു പ്രവീണ മാം. താങ്ക് യു താങ്ക് യു. പ്രവീണ മാം. താങ്ക് യു ഓൾ. താങ്ക് യു. Thank you, Prayana. Thank you all.